നമ്മുടെ കാക്കാക്കൂട്ടങ്ങൾ രാവിലെ എഴുന്നേറ്റ് ChatGPTയോടും ജെമിനിയോടും ഗൂഗിളിനോടുമൊക്കെ സ്വസ്ഥതയില്ലാതെ ചോദിച്ചുകൊണ്ടേയിരുന്നു, നെതന്യാഹു കൊല്ലപ്പെട്ടോ, നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് കാണുന്ന നെതന്യാഹു ചൂളമടിച്ച് ജൂതത്തെരുവിലൂടെ കറങ്ങി നടക്കുന്നു. ചൂളമടിച്ച് കറങ്ങി നടക്കണ ജൂതത്തലവനെ കണ്ടോടാ. അതാണ് ജൂതത്തലവൻ. ഒന്നും പറയുന്നില്ല, കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ കാക്കാമാര് മുറിയന്മാർ ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല. കാരണം അവന്മാര് യാസീൻ ഓതി പ്രാർത്ഥിച്ചതാണ് നെതന്യാഹുവിന്റെ തല തെറിക്കണേന്ന്. സോഷ്യൽ മീഡിയയിൽ ചില മണ്ടന്മാർ പരത്തുന്ന ഒരു വ്യാജ പ്രചാരണമാണ് ഇറാൻ ബീബിയെ ഇല്ലാതാക്കിയെന്ന വർത്തമാനം. എന്നാൽ സത്യം ഇതാണ്: ബെഞ്ചമിൻ നെതന്യാഹു ജീവനോടെയും സുരക്ഷിതനായുമാണ് തുടരുന്നത്. ഇസ്രായേൽ സർക്കാരിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ട ഈ വീഡിയോയിൽ ബീബി ടെല്ലവീവ് നഗരത്തിലൂടെ ചൂളമടിച്ച് കാറിൽ കറങ്ങി നടക്കുന്നു. തെറ്റായ വാർത്തകൾ അതിവേഗത്തിൽ പടരും. ചിലർ വിശ്വസിക്കും, ചിലർ പ്രചരിപ്പിക്കും. പക്ഷേ സത്യം മറ്റൊന്നാണ്. വസ്തുതകൾ പരിശോധിക്കാതെ പ്രചരിപ്പിക്കുന്ന ഓരോ വ്യാജ വാർത്തയും യഥാർത്ഥ സംഭവങ്ങളെ മറച്ചുവെക്കും. അതുകൊണ്ട് ഓർക്കുക, ബീബി സുരക്ഷിതനാണ്. അഭ്യൂഹങ്ങളല്ല, സത്യമാണ് പ്രചരിപ്പിക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ചില നെതന്യാഹുവിന്റെ ഒരു വീഡിയോ വൈറലായി. അദ്ദേഹം ഒരു ഇറാൻ ആക്രമിച്ച ഒരു പ്രദേശത്ത്, അക്രമബാധിത പ്രദേശത്ത് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് ഇവന്മാര് നെതന്യാഹുവിന് 6 വിരലുണ്ടോ. ശരിക്ക് ആ യഥാർത്ഥ വീഡിയോയ്ക്കകത്ത് നെതന്യാഹുവിന് 5 വിരലേ ഉള്ളൂ. മദ്രസ പൊട്ടന്മാരാണല്ലോ, ഇതൊന്നും കണ്ടുപിടിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഫാക്ട് ചെക്ക് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് ആ വീഡിയോ AI വീഡിയോ ആണെന്നും ഇവരുണ്ടാക്കിയതാണെന്നും 6 വിരലിന്റെ ഒരു കൃത്രിമം ഇവരതിനകത്ത് കാണിച്ചു വെച്ചതാണെന്നും ഒക്കെ കൃത്യമായിട്ട് തന്നെ ഫാക്ട് ചെക്കേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നെതന്യാഹു അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു രൂപത്തിലുള്ള പ്രോബ്ലവുമില്ല. പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ വരുത്തി തീർക്കേണ്ടത് ചില ആളുകളുടെ ആവശ്യമാണ്. നെതന്യാഹു എന്ന് പറയുന്ന ജൂതത്തലവൻ ഒരിക്കലും പേടിത്തൊണ്ടനല്ല. കാരണം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവരൊരൊറ്റ ദിവസമാണ് ഇസ്രയേലിനെ ആക്രമിച്ചത്. ഇസ്രയേൽ തിരിച്ചാക്രമിച്ചത് 3 വർഷത്തോളമാണ്. ജൂതന്റെ ചങ്കൂറ്റം അതിൽ തന്നെയുണ്ട്. അങ്ങനെ പേടിച്ചു ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന രീതി ഒരിക്കലും നെതന്യാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഹൂതികളും ഹമാസും ഹിസ്ബുല്ലയും ഐസിസും ഇറാന്റെ സൈനിക സന്നാഹങ്ങളും മുഴുവനും ഇസ്രായേലിനെതിരെ ഹമാസ് യുദ്ധത്തിൽ കൈകോർത്തിട്ട് പോലും നെതന്യാഹു സ്വന്തം മകനെ പടച്ചട്ടയണിയിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മക്കളെ പൊരുതി മരിക്കാനെങ്കിലും നമുക്ക് കഴിയണം എന്ന് പറഞ്ഞ് സ്വന്തം മകനെ പടച്ചട്ടയിട്ട് സൈനിക വൽക്കരണത്തിലേക്ക് ഇറക്കിയതിനു ശേഷം കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹവും അതേപോലെ തന്നെ ആർമി കുപ്പായമിട്ട് മകന്റെ സൈനിക പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്ന വീഡിയോസാണ് നമ്മൾ കാണുന്നത്. തന്നെയുമല്ല, ഈ മുറിയന്മാരെ എതിർക്കുക എന്നത് ഭീരുവിന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയല്ല, പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള സംഗതിയല്ല. ഈ രാജ്യം പിച്ചവെച്ച നാളുകളിൽ അന്ന് സൈനിക സന്നാഹങ്ങളൊന്നുമില്ല. കരസേനയോ നാവികസേനയോ വ്യോമസേനയോ വലിയ രൂപത്തിൽ ഒരു സീക്രട്ട് ഏജൻസിയോ അതല്ലെങ്കിൽ മൊസാദിനെ പോലെ ഒരു ചാരസംഘടനയോ ഒന്നും ഫോം ചെയ്തിട്ടില്ലാത്ത കാലത്ത് പോലും ചൂണ്ടുവിരലിൽ നിർത്താൻ ഈ അറബ് രാഷ്ട്രങ്ങളോട് നെതന്യാഹു സ്വീകരിച്ച നയം എന്താണെന്ന് കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഇവരീ പടച്ചു വിടുന്നതൊന്നും നെതന്യാഹുവിന്റെ രോമത്തിൽ പോലും കൊള്ളത്തില്ല എന്ന് മാത്രമല്ല, നെതന്യാഹുവിന് മരിക്കാൻ സമയമായിട്ടില്ല. മരണമില്ല എന്നല്ല പറയുന്നത്, സമയമായിട്ടില്ല. കുറച്ചുകൂടിയൊക്കെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനു വേണ്ടി, ജൂത വിഭാഗത്തിന് വേണ്ടിയിട്ട് ചെയ്യാനുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ തോൽപ്പിക്കാനും ഭയപ്പെടുത്താനും കുറെ അറസ്റ്റ് വാറണ്ട് ഒക്കെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അഥവാ ICC ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് വാറണ്ട്. അദ്ദേഹം കുലുങ്ങിയിട്ടില്ല. ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ചിട്ട് ഒരുപാട് രാഷ്ട്രങ്ങൾ നെതന്യാഹുവിനെതിരെ കുരച്ചിട്ടുണ്ട്.
അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത് തീവ്രവാദികൾക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും ശക്തമായ രൂപത്തിൽ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുണ്ടോ ഞങ്ങളോടൊപ്പം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, നിങ്ങളില്ലേ ഞങ്ങൾ വച്ച കാലം മുന്നോട്ട് തന്നെ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. ഇസ്രയേലിനകത്ത് തന്നെ അദ്ദേഹം വർഷങ്ങളായി അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്നുണ്ട്. എങ്ങും ഒളിച്ചോടിയിട്ടില്ല, ആരെയും അടിച്ചമർത്തിയിട്ടില്ല. തന്റെ ഭരണ സംവിധാനങ്ങൾക്കെതിരെ ഒരാളും എതിർക്കരുത്, ശബ്ദമുയർത്തരുത്, വിമർശിക്കരുത് എന്ന് പറഞ്ഞ് ഇറാനിലെ സ്വേച്ഛാധിപതിയായിട്ടുള്ള കൊമേനി ചെയ്യുന്നത് പോലെ സ്വന്തം ജനതയെ കൊന്നൊടുക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ആദ്യം ജൂതരാഷ്ട്രത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഷെൽട്ടർ ഒരുക്കണമെന്ന് മനസ്സിലാക്കി ഇസ്രായേലിനകത്ത് മുഴുവനും ബങ്കറുകൾ ഉണ്ടാക്കി. ഭരണവർഗത്തിന് ഒളിക്കാനല്ല, സാധാരണക്കാരൻ ഒളിക്കാൻ. അവർക്ക് ഭക്ഷണവും വെള്ളവും താമസ സൗകര്യങ്ങളും ചികിത്സയും എന്ന് വേണ്ട ഇന്ധന സൗകര്യവും ഇന്റർനെറ്റ് സൗകര്യവും അടക്കം ബങ്കറിനകത്ത് അദ്ദേഹം സജ്ജീകരിച്ചു, സ്വന്തം ജനതയ്ക്കു വേണ്ടി. അഴിമതി കേസുകളിൽ അദ്ദേഹം കോടതിയിൽ ഹാജരായി മൊഴി നൽകുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, തനിക്ക് വരാൻ പറ്റില്ല എന്ന് ധാർഷ്ട്യം പ്രകടിപ്പിച്ചിട്ടില്ല. രാജ്യത്തെ നീതി നിയമ നിർവഹണ സംവിധാനങ്ങൾക്ക് അനുഗുണമായി പ്രവർത്തിക്കേണ്ടവനാണ്. താനാണ് മോഡൽ പേഴ്സൺ, താനാണ് മോറൽ ജനങ്ങൾക്ക് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാരോപിച്ച ഇസ്രായേലിനകത്ത് അദ്ദേഹത്തിനെതിരെ വലിയ രൂപത്തിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഈ വ്യക്തികളുടെ ജീവൻ എനിക്ക് പ്രധാനമാണ്, അതുപോലെ തന്നെ അഥവാ അതിനേക്കാൾ പ്രാധാന്യമാണ് ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞ് അവരെയൊക്കെ കൺവിൻസ് ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ ഒന്നും തലയ്ക്ക് ഓട്ടയിട്ടിട്ടില്ല, കൊമേനി ചെയ്യുന്നത് പോലെ. ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതെ, അതാണ് അനിവാര്യമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും പോലെ ചില ചീറ്റലും തുമ്മലും ജലദോഷവും തലവേദനയും വയറിളക്കവും അതൊക്കെ അദ്ദേഹത്തിനും ഉണ്ടാകാറുണ്ട്. ഇപ്പോ പേസ് മേക്കറൊക്കെ ഘടിപ്പിക്കൽ എല്ലാവർക്കും ഉണ്ടല്ലോ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ. പക്ഷേ താൻ ഏൽപ്പിക്കപ്പെട്ട ഔദ്യോഗികമായ ചുമതലകളിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും ഓടി രക്ഷപ്പെട്ടിട്ടില്ല. നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് കാക്കാമാരുടെ മുറിയന്മാരുടെ നെഞ്ചിൽ ഇടിത്തി പോലെയായിരിക്കും പതിക്കുക. അദ്ദേഹം മരിച്ചു എന്ന രൂപത്തിൽ ജിലേബിയും ലഡുവും ഒക്കെ വിതരണം ചെയ്തതും പടക്കം പൊട്ടിച്ചതും സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചതും ഒക്കെ വെറുതെയായി. നെതന്യാഹു ആ പ്രതീക്ഷകൾക്ക് വിരാമം കുറിക്കുകയാണ്. ചൂളമടിച്ച് ജൂതത്തലവൻ ജൂത രാഷ്ട്രത്തിലൂടെ കറങ്ങി നടക്കുവാണതും കരൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായതാണ്, മാർച്ച് 2ാമത്തെ ആഴ്ച മുതൽ, അല്ല ഒരാഴ്ച അപ്പോഴാണല്ലോ യുദ്ധം തുടങ്ങുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന രൂപത്തിലുള്ള വ്യാജ വാർത്തകളും എഡിറ്റ് ചെയ്ത AI ചിത്രങ്ങൾ, വീഡിയോകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രചരിക്കുന്നു. നിങ്ങൾ എത്ര ഭീരുക്കളാണോ? നെതന്യാഹു എവിടെയൊക്കെയോ ഇരുന്ന് തന്റെ മരണ വാർത്തയും തന്റെ അനുശോചന വാർത്തകളും റിപ്പോർട്ടുകളും തന്റെ മരണത്തിൽ സന്തോഷിക്കുന്ന ആളുകളുടെ മധുര വിതരണവും ഒക്കെ കണ്ട് സന്തോഷിക്കുവാണോ, സങ്കടപ്പെടുവായിരിക്കുമോ? ഇസ്രയേലിന്റെ ശത്രു രാജ്യങ്ങൾ പടച്ചുവിട്ട വ്യാജ പ്രചാരണവും വ്യാജ വാർത്തകളുമാണ് ഇത് എന്നറിയാൻ ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ഡിഗ്രി എടുക്കണ്ട. നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് മാർച്ച് 12, 13 തീയതികളിൽ വരെ പൊതുവേദികളിൽ വന്നിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരോട് സംവദിച്ചിട്ടുണ്ട്, പ്രസ് മീറ്റുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ അവനെ തന്നെയാണ് കാണുന്നതെന്ന് പറഞ്ഞതുപോലെ ഇവര് നെതന്യാഹു മരിച്ചു കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളൊന്നും കാണാൻ ഇവർക്ക് പറ്റുന്നില്ല. ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ എന്ത് ചെയ്യാം? അദ്ദേഹം നിലവിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സജീവമായി രംഗത്ത് തന്നെയുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ വീടിന് നേരെയൊക്കെ ഒരുപാട് ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സുരക്ഷിതനാണ്. കാരണം അദ്ദേഹത്തെക്കാളേറെ അദ്ദേഹത്തിന്റെ ജീവന് സുരക്ഷ നൽകേണ്ടത് തങ്ങളാണ് എന്ന് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള വൃത്തങ്ങൾക്കറിയാം. IRGC പോലെ ക്രൂരന്മാരല്ല നെതന്യാഹുവിന് ചുറ്റുമുള്ള മൊസാദിനെ പോലെയുള്ള IDF-നെ പോലെയുള്ള വൃത്തങ്ങൾ. ചുരുക്കത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്തകളിൽ അണുമണി തൂക്കം സത്യമില്ല. അദ്ദേഹത്തെ ഭയക്കുന്ന ആളുകൾ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനമുണ്ട്. വെറും ആശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ പടച്ചുവിടുന്ന വാർത്തകൾ മാത്രമാണത്. നന്ദി.